ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഹലോ ഹലോ, എവിടെ എത്തി? നിങ്ങൾ തന്ന ലൊക്കേഷൻ അനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷനിൽ ഇങ്ങ് പോന്നാ മതിയേ. കാരണം ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെണ്ണിന് ഒരുപാട് ജാതക ദോഷമൊക്കെ ഉള്ളതാ. അപ്പൊ നമ്മുടെ ബന്ധുക്കളെ ആരെ ഞാൻ വിളിച്ചിട്ടില്ല. അവര് വന്നാലേ പാരകളാ, മനസ്സിലായി? അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന. ഇപ്പൊ ഒരുപാട് ദോഷങ്ങളുള്ളതാ. ഇന്ന് 10:30 ഈ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ല, പിന്നെ അവിടെ ജീവിതത്തിൽ അവർക്ക് കല്യാണം നടക്കൂല. ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ സമയത്ത് എത്തിക്കോളാം. അല്ല, അറിയാലോ നമ്മള് വേറെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഇങ്ങ് പോകാൻ കേട്ടോ. ആ ഗൂഗിൾ മാപ്പ് വെച്ച് ഇങ്ങ് പോന്നാ മതി. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ എല്ലാം സെറ്റാണ്, സെറ്റ്. സമാധാനായി. അവിടെ കല്യാണം ഒന്ന് നടന്നു കിട്ടും. ആഹാരം ആഹാരം എന്തിന്? അല്ല, അമ്മാവനല്ലേ പറഞ്ഞ ടൗണിൽ നിൽക്കിറങ്ങി ആഹാരം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ കടയിൽ നിന്ന് ഹാരം മേടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? കല്യാണത്തിനുള്ള ആഹാരം മേടിച്ചോണ്ട് വരാനോ? നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കണം? നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ട്? എടാ, നീ ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പായിട്ട് നീ മാത്രല്ലേ ഉള്ളൂ. നിന്നെ കൊച്ചുനാൾ ഞാൻ എടുത്ത് വളർത്തിയാണ്. ആണല്ലോ, നീ പശുത്തുരുത്തിൽ ചാണകമാരി നടന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഇത്ര ആക്കിയില്ലേ? നീ അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട നീ മാത്രമല്ലേ ഉള്ളൂ ഈ കല്യാണം നടത്താനായിട്ട്. നീ എന്താ ഇങ്ങനെ ഉഴപ്പണത്? എന്ത് അമ്മ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിസ്സാര ആളല്ല അവളെ കല്യാണം കഴിക്കുന്നത്. തോറ്റുപോയ എഞ്ചിനീയർ ആണ്. എന്തിനാണ് അമ്മാവ? എന്തിനാണ് ഈ ചതി കാണിക്കുന്നത്? എന്ത് ഈ തോറ്റുപോയ എഞ്ചിനീയറെ കൊണ്ട് എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത്? ജയിച്ച ആരെങ്കിലും കൂടെ കെട്ടിക്കാൻ പാടില്ലേ? എടാ, തോറ്റുപോയ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ കൂടപ്പുറപ്പ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി അങ്ങ് ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ രണ്ടുപേരും ഇവിടെ അടിച്ചു പൊളിക്കുന്നു, അവര് വരുന്നു. പിന്നെ നിനക്കറിയാല്ല, വേറെ ആരും നമ്മൾ കല്യാണം അറിയിച്ചിട്ടില്ല. എന്താ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് പാരകൾ വരും. അതുകൊണ്ട് അവരുടെ ഒരു 100 പേര് ഇങ്ങോട്ട് വരും. ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 പേരുടെ കാറ്ററിംഗ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മതി. പിന്നെ എനിക്ക് അമ്മാവനോട് ഒരു കാര്യം പറയാനുള്ളൂ. എന്താ മോനെ? തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അത് കല്യാണം കഴിയട്ടെ, ഊരി തരാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഇത്? അതല്ലെന്ന്, മണിക്കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന് കൊച്ചിലെ പറഞ്ഞില്ല. എനിക്ക് മണിക്കുട്ടിയെ കൊച്ചിലെ അമ്മാവൻ പറഞ്ഞാണ് എനിക്ക് കെട്ടിച്ചു തരാന്ന്. അമ്മാവൻ പറഞ്ഞാണ് എനിക്ക്. നീ എന്താടാ ഇങ്ങനെ? കൊച്ചുനാളിൽ ഞാൻ നിങ്ങൾ ചോറ് വാരി തിന്നോണ്ടിരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നീ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ? മണിക്കുട്ടിയെ നിനക്ക് കല്യാണം കഴിച്ച് എങ്ങനെ തരും? നിനക്ക് അമ്പിളി മാമനെ പിടിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് പിടിച്ചു തന്നിട്ടുണ്ടോ? നടക്കണ കേസാണോ അതൊക്കെ? നടക്കണ കേസാണോ അതെ? അത് വിടറാ. നീ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. നീ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരാം. നീ നോക്കിക്കോ. ചെല്ലി കേട്ടോ. അവൻ ആഹാരവും മേടിച്ചോണ്ട് വന്നേക്കും. എവിടെ മുല്ലപ്പന്തല്? എവിടെ എന്റെ തോഴിമാരൊക്കെ? ഇല്ലാന്ന് വെച്ചൊരു കല്യാണ വീടെന്നൊക്കെ പറഞ്ഞ ഇതെന്ത് സ്വപ്ന ലോകത്താടി ഇത്? എടി, നിന്റെ കല്യാണം ഇന്ന് നടത്തി തരും. 10:30 കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണം നടക്കൂല. അതുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ നിനക്ക് കല്യാണം നടത്തി തരും. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. 36 വയസ്സായി എനിക്ക്. ഇതുവരെ എന്നെ കല്യാണം അച്ഛൻ്റെ ലോകത്തുള്ള എല്ലാ ദോഷവും, ചൊവ്വാദോഷം, ജാതകദോഷം, പേരുദോഷം എന്ന് വേണ്ട സകല ദോഷം, വിവരദോഷം സകലതും ഉണ്ട്. അതുകൊണ്ടാണ് ആരും അറിയാതെ ഈ കല്യാണം നടത്തി കൊടുക്കാന്ന് വെച്ചത്. മനസ്സിലായി? ചെറുക്കൻ എവിടെ എത്തി? അവർ വരുന്നുണ്ട്, വന്നോണ്ടിരിക്കണതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ ശരിയല്ല. ഞാൻ പറയും, നല്ലൊരു ജീവിതം കിട്ടണം. നീ പറയും അമ്മാവൻ. ഞാൻ പറയാം, അത് ഒരു അധികാരം എനിക്ക് വേണം. നീ എന്താ പ്രശ്നം? ഒന്നുമില്ല മോളെ. നിന്റെ മനസ്സിൽ നിന്നുകൊണ്ട് നീ തുറന്നു പറ. മഞ്ഞവെള്ളം ഞാൻ കലക്കും. ഏതാ മഞ്ഞവെള്ളം ഞാൻ കലക്കുന്നു? ബാംഗ്ലൂരിൽ നിന്നൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമൊക്കെയാണ് വന്നത്. മഞ്ഞ വെള്ളം എന്നൊന്നും പറയല്ലേ. പിന്നെ അതിനൊക്കെ ഓരോ പേരുണ്ട്. ഷോഷ് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ അത് ഞാൻ ചെയ്യുമെന്നാ പറഞ്ഞത്. അത് നീ ചെയ്തോ കേട്ടാ? അത് നീയല്ലടാ ഇവിടെ ആന്തോണയായിട്ടുള്ളൂ. അല്ല, അത് കൊച്ചുനാള് മുതൽ നിങ്ങൾ അങ്ങനെ വിളിച്ച് കളിച്ച് വളർന്നത് കൊണ്ട് അങ്ങനെ ആ പേര്. എടി, അങ്ങനെ വിളിക്കല്ലേ. ആ വേറെ ആരോ. എനിക്ക് കെട്ടണം, പെട്ടെന്ന് കെട്ടണം. വിളിക്ക്. ഹലോ. എവിടെ എത്തി? നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ പ്രകാരം തോപ്പുംപടി ജംഗ്ഷനിലുണ്ട്. എവിടെ? തോപ്പുംപടി ജംഗ്ഷനിൽ. അല്ല, ഞാൻ തോപ്പുംപടി എന്നല്ലല്ലോ പറഞ്ഞ. പിന്നെ കുറുപ്പംപടി എന്നല്ലേ പറഞ്ഞു? അയ്യോ, ഞങ്ങൾ തോപ്പുംപടി നിൽക്കുക. സുഹൃത്തെ, 10:30 കല്യാണം നടന്നില്ല, പിന്നെ നടക്കൂല കേട്ടാ. ഇതിപ്പം എന്റെ മകളുടെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഗൂഗിളിലെ തോപ്പ് മാറ്റി കുറുവടി
ആ തോപ്പ് മാറ്റിയിട്ട് നിങ്ങൾ കുറുപ്പമ്പടി അടി. എന്നാ പിന്നെ നേരെ അങ്ങോട്ട് ആ റൂട്ട് വെച്ച് പിടിക്കാം. എത്ര മണിയായപ്പോ എത്തും? ഒരു അരമണിക്കൂർ പിടിക്കും. അരമണിക്കൂറിൽ എത്തുമോ? എത്തും. അല്ല, അരമണിക്കൂറിൽ എത്തില്ലേ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക്. ഓക്കെ. അച്ഛാ അവരെത്തി എവിടെ എത്തി? മൊത്തം പൊളിയുന്ന തോന്നുന്നു. എന്ത് കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ പറയുന്നത്? 10 കുറച്ച് പൈസ ഇന്ന് പത്രക്കായിട്ട് കല്യാണം നടന്നില്ല, പിന്നെ കല്യാണം നടക്കത്തില്ല കേട്ടോ. അച്ഛനൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. അവര് തോപ്പുംപടി വന്ന് നിൽക്കണം, കുറുപ്പുംപടി വരാൻ പറഞ്ഞതാ. ഇവരോട് ആരാ തോപ്പുംപടി എന്ന് പറഞ്ഞത്? ഇത് എനിക്ക് വയ്യ. ഈ കല്യാണം നടന്നില്ല, നിനക്ക് ഇനി വേറെ കല്യാണം നടക്കും. അയ്യോ അച്ഛാ, എനിക്ക് കെട്ടണോ അച്ഛാ, എനിക്ക് കെട്ടണോ അച്ഛാ. അയ്യോ ഞാൻ കെട്ടിച്ചത് ആരാ? ഒന്ന് അടങ്ങ്, ഇന്ന് വന്നേ. ഞാൻ പറയണതേ, അപ്പൊ തൽക്കാലം നിന്റെ കല്യാണം ഈ മുഹൂർത്തത്തിൽ നടന്നില്ല, പ്രശ്നമാവും. അതെ അതെ, മുഹൂർത്തത്തിൽ എനിക്ക് കെട്ടണം. തൽക്കാലം നമുക്ക് ആരെങ്കിലും കെട്ടിക്കാം. അവരെന്തായാലും സമയത്ത് വരൂല. എന്തോ അച്ഛൻ ഈ പറഞ്ഞു വരുന്നേ? അപ്പൊ ആഗ്രഹിച്ചല്ലേ? അല്ല, അവൻ കുറച്ച് ആഗ്രഹിച്ചതല്ലേ. അച്ഛാ, അത് അങ്ങനൊന്നും പറ്റത്തില്ല. എനിക്ക് ചേട്ടനെ കെട്ടാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നീ അങ്ങനെ കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു, വണ്ടി ഇടയ്ക്ക് വെച്ച് പഞ്ചറായി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പിനിടും. നീ അവിടെ അടങ്ങിയിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരിക്കട്ടെ അച്ഛാ. ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോകുന്നു. നീ ആദ്യമേ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. നീ എന്താ പറഞ്ഞ, മണിക്കുട്ടി എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞതല്ലേ കൊച്ചുനാളില്? അമ്മാവൻ തരില്ലെന്ന് പറഞ്ഞില്ല. എന്നിട്ട് ഞാനിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കെട്ടിച്ചു കൊടുക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാ തെറ്റി. നീ കെട്ടണം അവളെ. 10:30 മുമ്പുള്ള മുഹൂർത്തത്തിൽ നീ മണിക്കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. സന്തോഷായില്ലേ നിനക്ക്? നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാ? എനിക്ക് എടാ, ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ഇരിക്കുന്നു നിന്റെ കുട്ടി, ചെല്ലങ്ങോട്ട്. മുമ്പ് വേട്ടാവളിയാന്നായിരുന്നു. ഇനി മുതൽ നീ ഏട്ടനാണ്. ചെല്ലടാ, ചെല്ല്. ഞാൻ പറയട്ടെ ഏട്ടാ, ഏട്ടൻ മണിക്കുട്ടിയെ കെട്ടണം എന്ന് പറയുമ്പോ ചേട്ടൻ എന്തോ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഇവിടുത്തെ പശുവിനെ മണിക്കുട്ടിയില്ല, ഇവിടെ പശു മണിക്കുട്ടി, അതിനെ കെട്ടലായിരുന്നു. അയ്യോ, അതല്ലായിരുന്നു ഞാൻ പറയുന്നത്. ഈ മണിക്കുട്ടിയെ കെട്ടണം എന്നായിരുന്നു പറയുന്നത്. അങ്ങനെയാണോ? ഏട്ടനത് മനസ്സിലായില്ലല്ലേ? ഞാനേ കണ്ട നാള് മുതൽ എന്റെ ഹൃദയത്തിൽ ഏട്ടനെ ഉള്ളായിരുന്നു ഏട്ടാ. വളച്ചിട്ടുമല്ലേ? സമയം തെറ്റാതെ കാര്യം നടക്കണമല്ലോ, അതല്ലേ? അമ്മാവൻ എന്നാലും ഒരു മിനിറ്റ്. ഹലോ. ഹലോ. എന്തായി? ഞങ്ങളെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഇപ്പൊ അവിടെ എത്തും. പേടിക്കണ്ട, ഒന്നും കൊണ്ട് പേടിക്കണം. നമ്മൾ ഇപ്പൊ തന്നെ അവിടെ എത്തും. അരമണിക്കൂറിൽ എത്തുവോ? എത്തും. ശിവകാമി ഓഡിറ്റോറിയല്ലേ? ശിവകാമി. എത്തും. അയ്യോ, എന്നാ പെട്ടെന്ന് എത്തണേ, താമസിക്കല്ലേ ഇനിയെങ്കിലും. ആപ്പാട് ടെൻഷനാണ്, അതുകൊണ്ടാ. ഓക്കെ. വേട്ടാവളിയാ വന്നടാ. എന്താണ് കെട്ടാൻ പറഞ്ഞ അങ്ങ് നേരെ കയറി ഞാൻ കെട്ടുവല്ലേ? അമ്മാവൻ പറഞ്ഞ കിട്ടാൻ നിനക്ക് ഒരു മനസാക്ഷിയില്ല, ഒരു നാണം ഇല്ലേടാ? ഒരു നാണം നിനക്ക് തോന്നണില്ലേ? അമ്മാവനല്ല പറഞ്ഞു അരമണിക്കൂർ ആവൂല്ലേടാ, നാണാവൂലേ? നമ്മളെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൊച്ചുനാൾ പോലെ കളിച്ച് വളർന്നതല്ലേ? അവിടെ ഒരു സോഫ്റ്റ് വെഞ്ചിനെ കെട്ടുമ്പോഴത്തേക്ക് അതൊന്നും സമ്മതിക്കല്ലേ വേണ്ടത്? ഞാനൊരു തമാശ പറഞ്ഞ് ഓടിക്കേറി അവിടെ ചാടിക്കേറി ഇരിക്കുവാണ് ചെയ്യണത്. ആണോ? അതൊരു മര്യാദയാണോ? എനിക്ക് തോന്നണില്ലേ? തോന്നുന്നുണ്ട്. എനിക്ക് അമ്മാവനൊരു സങ്കടം. ഇത്രയും നാൾ നീ വീട്ടിൽ വളർന്നിട്ട് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്ത് നിന്നെ വഴിതെറ്റിക്കാണോ എന്ന് നാട്ടുകാർ പറയൂലേ? പറയല്ലേ എന്റെ മോശം? പുതിയ വല്ല നമ്പരും? അച്ഛൻ പറഞ്ഞ സമയം മുതല് ഏട്ടനെ ഞാനത് നെഞ്ചിലങ്ങ് പ്രതിഷ്ഠിച്ചു പോയായിരുന്നു ഏട്ടാ. പക്ഷെ അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. ഏട്ടനൊരു കാര്യം മനസ്സിലാക്കണേ, എനിക്കും ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിന് ഞാൻ ഏട്ടന്റെ പേരിടും. അല്ലല്ല, ഉണ്ണിക്കുട്ടാന്ന്. അതല്ലേ ചേട്ടന്റെ പേര്? അത് ഞാനിടും കേട്ടോ. ഞങ്ങള് സുഖമായിട്ട് ജീവിക്കുമ്പോ അച്ഛനോട് തണലായിട്ട് ചേട്ടന്റെ ഇവിടെ വേണം ചേട്ടാ. ഓക്കേ, അടിപൊളി. നല്ല കൈയ്യടി കൊടുക്കാം. സന്തോഷായില്ലേ? വിളിക്കും. ഇവിടെ എത്തിന്ന് ചോദിക്കും. ഹലോ. പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ഇപ്പൊ കളമശ്ശേരി ജംഗ്ഷനിലുണ്ട്. എവിടെ? കളമശ്ശേരിയാണോ പറഞ്ഞ? പിന്നെ കുറുമശ്ശേരി വന്നിട്ട് കുറുപ്പമ്പടി,
അങ്ങനെയല്ല ആ ഗൂഗിളിൽ അടിക്കാൻ പറഞ്ഞ അവിടെ നമുക്ക് ഈ ഓഡിറ്റോറിയം ശിവഗാമി ഓഡിറ്റോറിയം നീ നടക്കൂല സുഹൃത്ത്, നടക്കൂല, തിരിച്ചു വിട്ടു. ശരി എന്നാ. ആ ശരി, എന്താ? നടക്കൂല. 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 പരിപാടി കാണിക്കരുത് കേട്ടോ. എടി ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താണ് 10:30 എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ആരും എന്റെ കെട്ടത്തണെന്ന് അച്ഛൻ അറിയാലോ. 36 വയസ്സായി എനിക്ക്. ആ ചെറുക്കനെ പിണക്കി വിട്ടു. ഇവിടെ വലിച്ചു പറഞ്ഞാൽ ദൂരെ കളയും കേട്ടോ. ഡാ, ഡാ. എന്താണ്? അവൾ അന്ന് തല്ലിക്കരഞ്ഞ ആ പാവത്തിനെ വിഷമിപ്പിച്ച്. എന്തിനാടാ മോനെ നീ ഇങ്ങനെ കരഞ്ഞത്, സങ്കടപ്പെട്ടത്? അവളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കുന്നു ഓർത്തല്ലേ? അമ്മാവനെങ്ങനെ പറഞ്ഞു പെട്ടെന്ന് എനിക്കൊരു കരച്ചിൽ വന്നു. ഇനി ഒരു തീരുമാനം ഈ അമ്മാവനുണ്ടെങ്കിൽ ഈ വേട്ടാവളിന് അല്ല ഈ ഉണ്ണിക്കുട്ടന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കും കേട്ടാ. ഇത് വാക്കാണ്, ഉറപ്പാണല്ലോ. ഉറപ്പാണ്. ഇനി നീ എടാ ചതിക്കല്ലേ മോനെ, ഇനി നീ കേട്ടോ കേട്ടാ. കയറിയടാ, പന്തിരി കയറി. ഏട്ടാ വാ. ഏട്ടാ അതങ്ങനെയാണ്, അവള് തെറ്റിക്കഴിഞ്ഞാൽ ഏട്ടാന്ന് വിളിക്കും. ഏട്ടാ. ഇനിയില്ല, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം അതെ കേട്ടല്ലേ? ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോട്ടെ. പിന്നെ ഏട്ടാ അതെന്താന്നറിയാമോ, അച്ഛൻ പിന്നെ എന്നോട് പറഞ്ഞേ കുഞ്ഞുനാളില് മുതൽ കണ്ടു വളർന്നു ഇനി വേറൊരു സാഹചര്യത്തിലോട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ അവിടെ പോയിട്ട് ഞാൻ പൊരുത്തപ്പെട്ടില്ലെങ്കിലോ, എനിക്കാണെങ്കിൽ ചില അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ ആരായാലും ഇതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ താഴെ മാലയൊക്കെ എടുക്കട്ടോ. ഹലോ 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 പറഞ്ഞോ. ഞങ്ങൾ തന്നെ ആഡിറ്റോറിയത്തിന്റെ ഏകദേശം 200 മീറ്റർ അപ്പുറത്തെത്തി. സ്വാഗതം ചെയ്യാൻ ആൾക്കാരൊക്കെ റെഡിയാക്കി വെക്കാൻ. ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഒന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മനസ്സിലായോ? എത്തി റെഡിയാ, ഞങ്ങൾ റെഡിയാ. എടാ 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 എഴുന്നേക്കടാ, ആ മഞ്ഞവെള്ളം കലക്കടാ പോയി. ആ മഞ്ഞവെള്ളം കലക്കാൻ ചെറുക്കിനെ പാർട്ടി മണ്ണെന്ന് ചെല്ല. ആ മഞ്ഞവെള്ളം കലക്ക് പോയിക്കോട്ടോ. ഇപ്പൊ വരും, അവര് വരും. എടാ ചെല്ല, മഞ്ഞവെള്ളം കലക്കടാ. ഇവന് 2 പ്രാവശ്യം കയറ്റിരുത്തിയ കാര്യമൊന്നും പറയല്ലേ? ഇല്ല ഞാൻ പറയത്തില്ല. എന്നാലും എന്റെ വായിൽ നിങ്ങളെ വീഴുവാണെങ്കിൽ അച്ഛൻ വിലക്കിയേക്കണം. അത് ഞാൻ വിലക്കിയേക്കാം. എന്റെ ദൈവമേ, നിന്റെ ഈ മുഹൂർത്തത്തിന് മുമ്പ് ഈ ദോഷത്തിന്റെ പേരിൽ എന്തെല്ലാം. ഒന്നുകൂടെ ഒന്ന് കരഞ്ഞില്ലായിരുന്നു, പുള്ളി അങ്ങ് പോയി. ഞാൻ ഒന്നുകൂടെ ഒന്ന് കരഞ്ഞില്ല. വേണ്ടടി, മതിയടി ആ പാവത്തിനെ കുരുക്കി. നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഓരോരുത്തരിട്ട് വട്ട് കളിപ്പിക്കുക. അവരുടെ 200 മീറ്റർ ഇപ്പൊ എന്നാ പിന്നെ ആരും ഇല്ല, കൊട്ടയെടുത്തോണ്ട് ഇറങ്ങച്ച. ഞാനോട് വരണോ? എന്തിനാ? ചെറുക്കനെ സ്വീകരിക്കട്ടെ. നീ സ്വീകരിക്കണ്ട, നീ അവിടെ നിൽക്കുക. അതൊക്കെ അവര് വന്നോളൂ. അച്ഛാ എനിക്ക് കെട്ടണം അച്ഛാ. കെട്ടി തരാന്ന്. എന്റെ പൊന്നെ, ഇങ്ങനെ ആക്രാന്തമുള്ളൊരു പെണ്ണ്. ഹലോ ഹലോ, എവിടെ എത്തി? നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആണോ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, നേരെ കയറിപ്പോര്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ തമിഴാ സംസാരിക്കുന്നത്. എങ്ങനെ? തമിഴ്. നിങ്ങൾ എവിടെയാ പോയത്? ശിവഗാമി ഓഡിറ്റോറിയം. നിങ്ങൾ എവിടെയാ നിക്കണേ? ശിവകാശി. ഓക്കേ, പൊളിഞ്ഞ്. എന്താന്ന്? അവരോട് ശിവഗാമി ഓഡിറ്റോറിയത്തിൽ വരാൻ പറഞ്ഞപ്പോ അവര് ശിവകാശി പോയി. വിളിക്ക, വേട്ടാവളേനെ വിളി. 1 മിനിറ്റ് കൂടെ. വേട്ടാവളേനെ വിളി. വിളിക്കച്ചാ ഉണ്ണിക്കുട്ടാ. എന്താ സങ്കടം വരുവാടാ, സങ്കടം വരുവാ. എനിക്കും ഇവള് നിന്നെ വിട്ടങ്ങ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് അങ്ങ് പോകാൻ പോവാണ്. ഞാൻ സമ്മതിക്കില്ല. വട്ടം പൊളിഞ്ഞല്ലേ? എന്താ അല്ലേ? എനിക്ക് തോന്നി 2 പേരും കൂടി എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കാണ്. ഇനി ഈ പെണ്ണിനെ ആരെങ്കിലും കെട്ടിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് വേണ്ടേ, എന്നെ വെറുതെ അങ്ങോട്ട് വിട്ടേക്ക് കേട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പശുവിനെ കറന്ന് ജീവിച്ചോളാം. എന്റെ അമ്മാവനാണ് കുമ്മാവൻ ഒരെണ്ണം തന്നാണ്ടല്ലോ. ഹലോ ഹലോ, എവിടെ നിക്കണം പറഞ്ഞേ? ഞങ്ങളിപ്പോഴേ ശിവകാശി നിൽക്കണം. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണ്ട, അവിടെ നല്ല പടക്കക്കട 2 അമിട്ട് പഠിച്ചതിന്റെ കണ്ണാക്കി വെച്ച് പൊട്ടിക്കണം.